എല്ലാവർക്കും നമസ്കാരം. 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ ആംഗിൾസ് എന്നുള്ള പാഠഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വെൻ ലൈൻസ് ജോയിൻസ് എന്നുള്ള ഭാഗം നോക്കാം. നമുക്ക് 5th സ്റ്റാൻഡേർഡിലെ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഫിഗറുകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്, 4 സൈഡ്സ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ, എതിർവശത്തുള്ള 2 വശങ്ങൾ തുല്യ നീളം ഉള്ളവയായിരിക്കും. ഈ വശവും ഈ വശവും ഒരേ നീളവും, ഈ വശവും ഈ വശവും ഒരേ നീളവുമാണ് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. അടുത്തായിട്ട് ഈ ഷേപ്പിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്. ഇത് പാരലലോഗ്രാം ആണ്. ഇതിനും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 4 സൈഡ്സ് ആണുള്ളത്, 4 വശങ്ങളാണുള്ളത്. ഈ 4 വശങ്ങളിലെ ഓപ്പോസിറ്റ് സൈഡുകൾ, അതായത് എതിർ വശങ്ങൾ ഒരേ അളവിലുള്ളവയായിരിക്കും. അതുപോലെ തന്നെ ഈ 2 വശങ്ങളും ഒരേപോലെ. അപ്പം ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 സൈഡുകൾ ഒരേ അളവിലുള്ളതായിരിക്കും. ഇതും ഒരു പാരലലോഗ്രാം ആണ്. ഇത് കുറച്ചുകൂടി ചരിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ്. ഇതിനും മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് 4 സൈഡ്സുകളാണുള്ളത്. ഈ 4 സൈഡ്സുകളിലെ 2 വശങ്ങൾ ഒരേപോലെയുള്ള അളവ് ഉള്ളവയായിരിക്കും. അപ്പോൾ 3 ഫിഗറുകളെ പറ്റിയാണ് പറഞ്ഞത്. 3 ചിത്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 3 ചിത്രങ്ങൾക്കും 4 വശങ്ങളാണുള്ളത്, 4 സൈഡുകളാണുള്ളത്. ഇനി നോക്കാം, ഈ 3 ഫിഗറിലെയും ആദ്യത്തെ ഫിഗർ നോക്കാം. ഇതിന് 4 കോർണറുകളുണ്ട്. കോർണർ എന്ന് പറഞ്ഞാൽ മൂല എന്നാണ്. അതാണ് ഇവിടെ 2 ലൈനുകൾ ചേരുമ്പോൾ നമുക്കൊരു കോർണർ, ഒരു മൂല ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു മൂലയുണ്ട്. അതുപോലെ തന്നെ ഈ 2 ലൈനുകൾ ചേരുമ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു മൂലയുണ്ട്, ഒരു കോർണറുണ്ട്. അതുപോലെ തന്നെ ഈ 2 ലൈനുകൾ ചേരുന്ന ഈ ഭാഗത്തും ഇതിനൊരു കോർണറുണ്ട്. അതേപോലെ ഇവിടെ ഈ 2 ലൈനുകൾ ചേരുമ്പോൾ ഇവിടെ ഒരു കോർണറുണ്ട്. അപ്പോൾ 4 ലൈനുകൾ ഉള്ളതുപോലെ തന്നെ ഇതിന് 4 കോർണറുകളുണ്ട്. ഈ ഫിഗറിലേക്ക് നോക്കിയാൽ ഇതിലും അങ്ങനെയാണ്. 1, 2, 3, 4 കോർണറുകളാണ് ഇതിനുള്ളത്. ഈ ഫിഗറിനും എന്തുണ്ട്, 4 കോർണറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4 ലൈനുകൾ ചേർന്ന് ഉണ്ടാകുന്ന ഈ ഷേപ്പുകൾക്ക് 4 കോർണറുകൾ, 4 മൂലകളാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഈ 2 ലൈൻ, അതാണ് ഈ ലൈനും ഈ ലൈനുമാണ് ഇവിടെയൊക്കെ എടുത്ത് വരച്ചിരിക്കുന്നത്. ഈ 2 ലൈനുകൾ ചേരുമ്പോൾ ഇവിടെ ഒരു കോർണർ ഉണ്ടാകുന്നു, ഒരു മൂല ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ലൈനും ഈ ലൈനും ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കോർണറുണ്ട്, ഇവിടെ ഒരു കോർണറുണ്ട്, ഇവിടെ ഒരു കോർണറുണ്ട്. അടുത്ത രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഫിഗറാണ്, നമ്മൾ ആദ്യം കണ്ട ഈ ഫിഗറാണ്. ഈ ഫിഗറിനെ താഴേക്ക് മാറ്റി വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇതൊരു കോർണറുണ്ട്, ഇവിടെ ഒരു കോർണറുണ്ട്, ഇവിടെ ഒരു കോർണറുണ്ട്, ഇവിടെ ഒരു കോർണറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 ലൈനുകൾ ചേരുമ്പോൾ ഒരു കോർണർ ഉണ്ടാകുന്നു എന്ന് പറയും. അപ്പോൾ 2 ലൈനുകൾ മീറ്റ് ചെയ്യുന്ന ഈ കോർണറിനെ, ഈ മൂലയെ ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾസ്. എന്താണ് ആംഗിൾസ്? അതായത് 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. 2 ലൈനുകൾ മീറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് ആംഗിൾ. നമ്മൾ അതിന് മുമ്പേ കോർണർ എന്നാണ് പറഞ്ഞത്. 2 ലൈൻ ചേർന്നപ്പോൾ ഒരു മൂലയുണ്ടായി. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ആംഗിൾ എന്നാണ്, കോൺ എന്നാണ് ഇതിൻ്റെ മലയാളം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പം 2 ലൈനുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ആംഗിളുകൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്ത് ഒന്നുകൂടെ നോക്കാം. ഈ മുകളിൽ കണ്ട ഫിഗർ ഒന്നുകൂടെ നോക്കാം. ഈ റെക്റ്റാങ്കിളിന് എത്ര ആംഗിൾസ് ആണുള്ളത്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ഫിഗറിനും അതുപോലെയാണ് 4 ആംഗിളുകളാണുള്ളത്. ഇതിനും എത്രയാണ്, 4 ആംഗിൾ. അപ്പോൾ 4 വരകൾ ചേരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, 4 ലൈൻസ് ചേരുമ്പോൾ 4 ആംഗിളുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3 ഫിഗറാണ്. ഈ 3 ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ട ഈ 3 ഫിഗറിൻ്റെ ഈ അടിഭാഗം, അതായത് ഈ അടിഭാഗം ചേർന്നിട്ടുള്ള 3 ആംഗിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ 2 ലൈൻ ചേർന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 2 ലൈനുകൾ ചേരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ, ഇവിടെയും ഒരു ആംഗിൾ. അപ്പോൾ ഈ ആംഗിളുകളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ആംഗിളുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എന്താണെന്ന് പഠിക്കണം. ആംഗിൾ എന്താണ്? എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. 2 ലൈനുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ, കൂട്ടിമുട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ആംഗിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. അടുത്ത പേജിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ട്, 2 കോണുകൾ തന്നിട്ടുണ്ട്.
ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് തന്ന നമ്മുടെ പിക്ചറിലെയാണ്. അത് നമുക്കൊന്നുകൂടെ നോക്കാം. അതെന്ന് പറയുന്നത് ദാണ്ടെ ഈ രണ്ട് ഫിഗറിലെ ഈ രണ്ട് ആംഗിൾ, ഈ ആംഗിളുമാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അതിലേക്ക് വരാം. ഇവിടെ നോക്കിയാൽ ദാണ്ടെ ഇവിടെ രണ്ട് ആംഗിളുണ്ട്. ഈ ഒരു ആംഗിൾ എന്നത് വരച്ച് കാണിക്കുക. ഇതൊരു ആംഗിളാണ്, ഇത് മറ്റൊരു ആംഗിളാണ്. ഇതിനകത്ത് ലാർജർ ആംഗിൾ, അതായത് വലിയ ആംഗിൾ ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മോളർ ആംഗിൾ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ആംഗിളിലെ ഈ വായ്ഭാഗം, ഇതിനെ നമുക്ക് ഈ രണ്ട് ലൈനും കൂടെ കാണുന്ന ഈ വായ്ഭാഗം, ഇതൊരു വായ്ഭാഗമായിട്ട് കാണാം. ഈ വായ്ഭാഗം ഈ ആംഗിളിൽ ചെറുതും ഇതിലെ വലുതുമാണ്. ഇതിൻ്റെ വായ്ഭാഗം എന്നാണ് നോക്കിയാൽ ഇത് ഇത്രയും വലിപ്പമുള്ളതായിട്ട് കാണാം. ഞാൻ തുടക്കുകയാണ് അതങ്ങ്. അപ്പോൾ നോക്കിയേ, ഈ ആംഗിളിലെ എന്താണ് വായ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനുകൾ ചേരുന്ന ഈ വായ്ഭാഗം നോക്കിയാൽ ഇത് ചെറുതും ഇത് വലുതുമാണ്. അപ്പോൾ ഇത് ചെറുതാണെങ്കിൽ ഇത് സ്മോളർ ആംഗിളാണ്, ഇത് സ്മോളർ ആംഗിളും ഇത് ലാർജർ ആംഗിളുമാണ്. അപ്പോൾ നമുക്കൊരു ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ആംഗിൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിലേതാണ് ലാർജർ ആംഗിൾ എന്നും ഇതിലേതാണ് സ്മോളർ ആംഗിൾ എന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിഗറിലേക്ക് വരാം. അടുത്ത ഫിഗർ നമ്മളെ കാണിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് ആംഗിളാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് ആംഗിളിലെ സ്മോളർ ഏതാണ് ലാർജർ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ രണ്ട് ആംഗിൾ ഇതിൻ്റെ വായ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് അളന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ അളന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. ആംഗിളുകൾ അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് പൊട്രാക്ടറാണ്. ഇതാണ് പൊട്രാക്ടർ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം. ഇത് നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സുകളിലൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ പേരെന്താണ്? പൊട്രാക്ടർ എന്ന് പറയും. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത പേജിലാണ്, ഈ പേജിലായിട്ട് നോക്കിയാട്ടാ. ഇങ്ങനെ ഒരു ഉപകരണം, അതായത് ഇതേപോലെയുള്ള ഒരു ഉപകരണം നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുണ്ട്. അതിൻ്റെ പേരാണ് പൊട്രാക്ടർ. അപ്പോൾ ഇതിൻ്റെ പേര് പഠിച്ചു വെക്കുക. എന്താണ്? പൊട്രാക്ടർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺ അളക്കുന്നത് നോക്കാം. നമുക്കിനി പൊട്രാക്ടർ എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാട്ടെ, ഇതാണ് പൊട്രാക്ടർ എന്ന് പറയുന്ന സാധനം. ഇത് നിങ്ങളും കയ്യിലെടുത്ത് നോക്കുക. ഇതിന് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60 ഇങ്ങനെ ഇവിടെ വരെ 180 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് 0 മുതൽ 180 ഡിഗ്രി വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിനകത്ത് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് താഴേക്ക് വരുമ്പോൾ പഠിക്കാം. അപ്പോൾ ഈ കോണുകൾ അളക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ അളവ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അളക്കാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരച്ചു വെച്ചിരിക്കുകയാണ്. ആ ആംഗിള് നമുക്ക് ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് വായുവട്ടം കുറവാണ്. അതുകൊണ്ട് ഇത് ചെറിയ ആംഗിളും ഇത് വലിയ ആംഗിളും ആവാനാണ് സാധ്യതയുള്ളത്. എങ്കിലും നമുക്കൊരു ചെറിയ സംശയം ഉണ്ടാവാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അളക്കുന്നത്, എങ്ങനെയാണ് ഈ കോണളവ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് കോണളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പോയിൻ്റ്, അതായത് ഇതിൻ്റെ ഈ മീറ്റിംഗ് പോയിൻ്റ്, ഈ കോർണർ അല്ലെങ്കിൽ ഈ കോർണർ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഈ പൊട്രാക്ടറിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഇവിടെയായിട്ട് വരണം. അതുപോലെ തന്നെ ഈ വര എന്ന് പറയുന്നത് ഈ വരയിൽ കൃത്യമായിട്ട് നിൽക്കണം. അതായത് ഒന്നും കൂടെ പറയാം, ഈ വരയിൽ അതായത് 0-ൽ വരികയും ഈ കാണുന്ന പോയിൻ്റ് അത് നമ്മുടെ ഈ കോർണറിലേക്ക് കൃത്യമായിട്ട് വെക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, കാണിച്ചു തരാം. എന്താണ് നോക്കുക, ഞാൻ വെച്ചിരിക്കുന്നത് ഈ ലൈൻ, അതായത് ഞാൻ വരച്ചിരിക്കുന്ന ഈ താഴത്തെ ലൈൻ ഈ 0-ൽ കൂടിയാണ്, ഈ 0 എന്ന് പറയുന്ന ഈ ലൈനിൽ കൂടി കൃത്യമായിട്ട് കടന്നു പോവുകയും ഈ പോയിൻ്റ്, ഈ മധ്യബിന്ദു, ഈ നടുക്കത്തെ ഈ പോയിൻ്റ്, ഇത് ഈ ലൈൻ വന്ന് മുട്ടുന്ന ആ പോയിൻ്റ് വളരെ കൃത്യമായിരിക്കണം. ഇനി നമ്മൾ കോൺ അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ലൈൻ പോയിരിക്കുന്നത് 0ആണ്. നമ്മൾ ഇവിടെ നിന്ന് തുറക്കുമ്പോൾ ആദ്യമേ 0-ൽ നിന്നാണ്, എവിടെയാണോ നമ്മൾ ലൈൻ വെച്ചിരിക്കുന്നത് അവിടെ 0 ഉണ്ടോ എന്ന് നോക്കണം. ആ 0-ൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ, അപ്പോൾ എപ്പോഴും നമ്മൾ സ്കെയിലൊക്കെ അളക്കുമ്പോൾ നമുക്കറിയാം 0 തൊട്ട് മുകളിലേക്കാണ് നമ്മൾ അളക്കുന്നതും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് 0-ൽ നിന്ന് നമ്മൾ അളക്കുക. ഇവിടെ 0, 10, 20, 30, 40, ഇത് 50 എന്ന് പറയുന്ന ആ വരയിൽ കൂടി 50-ൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഈ 0 മുതൽ ഇവിടെ വരെ ഇത് 50 ഡിഗ്രിയാണുള്ളത്. അപ്പോൾ നമ്മളിത് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഇങ്ങനൊരു വര വരച്ചതിന് ശേഷം ഇവിടെ 50
ഡിഗ്രി എന്നെഴുതുന്നത്. ഡിഗ്രി എന്നെഴുതുന്നത് മുകളിലേക്ക് മാറ്റിയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് എത്ര ഡിഗ്രി ഉണ്ട് നോക്കാം. ഇത് 50 ആയതുകൊണ്ട് തന്നെ ഇത് 50 കൂടുതലാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഈ ലൈനിൽ കൃത്യമായിട്ട് വെക്കണം. ഈ മീറ്റിംഗ് പോയിന്റ്, അതായത് ഈ കോർണർ, ഈ മൂല എന്ന് പറയുന്നത് ഈ സെൻറ്റർ പോയിന്റിൽ കൃത്യമായിട്ട് വരികയും വേണം. അപ്പോൾ ഈ ലൈനിലേക്ക് നമ്മൾ വെച്ചു. വേണ്ട, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇങ്ങനെ വെച്ചാലും ഇത് തെറ്റാണ്. അപ്പോൾ ഇത് വെക്കേണ്ടത് ഈ ലൈൻ, ഈ താഴത്തെ 0 എന്ന് പറയുന്ന ലൈൻ ഈ വരച്ചിരിക്കുന്ന ലൈനിലേക്ക് കൃത്യമായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ നടുക്കത്തെ പോയിന്റ് ഇവിടെ കൃത്യമായിട്ട് വരണം. ഇപ്പോൾ നോക്കണം, ഇത് ആ ലൈനിലാണ് ഇരിക്കുന്നത്, ഈ പോയിന്റ് ഇവിടെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് 0 മുതൽ എണ്ണാം. 0, 10, 20, 30, 40, 50, 60. ഇത് 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ, ഈ കോണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിളിനെ നമ്മൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 60 ഡിഗ്രി. നമുക്ക് അടുത്തായിട്ട് നോക്കാം. അടുത്തായിട്ട് 2 ആംഗിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാഴ്ചയിൽ തന്നെ അറിയാം, ഇത് സ്മോളർ ആംഗിളും ഇത് ലാർജർ ആംഗിളുമാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ അളവ് എത്ര വീതമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടർ എടുത്തിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പോയിന്റ്. ആ പോയിന്റിലേക്ക് ഈ ലൈൻ കൃത്യമായിട്ട് വെക്കണം. അതാണ്ട് ആ ലൈനിൽ വെച്ചു, ആ പോയിന്റിൽ വെച്ചു. നോക്കുക, ഈ താഴത്തെ ഈ ലൈന് ഈ 0 കൃത്യമായിട്ട് വെക്കുക. ആ പോയിന്റ് കൃത്യമായി സെൻറ്ററിൽ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അളവ് നോക്കുക. ഇത് എത്രയാണ്? ഇവിടെ 0, 10 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. 10 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ലൈന് കൃത്യമായിട്ട് ഇതിൽ വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ്ട് ലൈൻ കൃത്യമായിട്ട് അതിൽ വെക്കുന്നു. ആ നടുക്കത്തെ പോയിന്റ്, അതായത് ഈ മധ്യബിന്ദു, ഈ കൂട്ടിമുട്ടുന്ന ബിന്ദു, മധ്യബിന്ദു എന്ന് പറയാൻ പറ്റത്തില്ല, മീറ്റിംഗ് പോയിന്റ്, അതായത് കോർണർ, മൂല, അത് കൃത്യമായിട്ട് ഈ സെൻറ്ററിലേക്ക് വെക്കുക. സെൻറ്ററിൽ വെച്ച് കഴിയുമ്പോൾ 0 നിന്നും 10, 20, 30, 40. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ് ഇതിൻ്റെ അളവ്, ആംഗിൾ അളവ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ 4 ആംഗിളുകളാണ് പറഞ്ഞത്. ഇത് 50 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 10 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അങ്ങനെ 4 ആംഗിൾ. ഇതിപ്പോൾ അളക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കോൺ എടുത്തിട്ട് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. പുസ്തകത്തിൽ അത് തന്നെയാണ് തന്നിരിക്കുന്നത്. 2 ആംഗിൾ തന്നിരിക്കുന്നു. ഇത് 10 ഡിഗ്രിയാണ്, ഇത് 0 to 40 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു രീതി വച്ചിരിക്കുകയാണ്. ഉണ്ടോ, ഇവിടെ ഇത് 10 ഡിഗ്രി, ഇത് 20 ഡിഗ്രി, അതായത് ഇവിടെ 10 ഡിഗ്രി, ഇത് 10 ഡിഗ്രി, 4 10 ഡിഗ്രി ചേരുമ്പോഴാണ് 40 ഡിഗ്രി ആവുന്നത്. അതായത് ഇത് 10, ഇവിടെ വരെ 10 ഡിഗ്രിയാണ്, ഇവിടെ വരെ 10 ഡിഗ്രിയാണ്, ഇവിടെ വരെ 20 ഡിഗ്രിയാണ്, ഇവിടെ വരെ 30 ഡിഗ്രിയാണ്, ഇവിടെ വരെ 40 ഡിഗ്രി. അതാണ് ഈ 40 ഡിഗ്രി ആംഗിൾ എന്ന്. ഇനി നമുക്ക് ആംഗിളുകൾ ഇതേ രീതിയിലും വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പം പറഞ്ഞ ആംഗിളുകളെല്ലാം ഈ ഒരു ഡയറക്ഷനിൽ, അതായത് വായ ഇങ്ങോട്ട് തുറന്നിരിക്കുന്ന രീതിയിലുള്ള ഡയറക്ഷനിലുള്ള ആംഗിളാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ആംഗിളുകളും വരാൻ സാധ്യതയുണ്ട്. അതായത് വായ ഈ ഭാഗത്തേക്ക് തുറന്നിരിക്കുന്നത്, ഇതും എന്താണ് ആംഗിളാണ്. കാരണം 2 ലൈനുകൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ആംഗിൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിള് മുമ്പ് നമ്മൾ പറഞ്ഞ ആംഗിളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ വായ ഈ ഭാഗത്തേക്കാണ് തുറന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ കണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആംഗിളാണ്. ഇങ്ങോട്ട് വാ തുറന്നിരിക്കുന്ന രീതിയിലായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ രീതിയിലുള്ള ആംഗിളാണ്. അതായത് ഈ ഭാഗത്തേക്ക് വായ തുറന്നിരിക്കുന്ന രീതിയിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. നമ്മുടെ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് ഈ താഴത്തെ ലൈന് ഈ ലൈനിൽ കൃത്യമായിട്ട് ഇരിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. അതായത് ഈ മീറ്റിംഗ് പോയിന്റ്, അതായത് 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് കൃത്യമായിട്ട് ഈ നടുക്കത്തെ ഈ പോയിന്റിലേക്ക്, അതായത് ഈ കാണുന്ന ഭാഗത്ത് കൃത്യമായി വരണം. ഈ ലൈന് അതിൽ തന്നെ ഇവിടെയായിട്ടുള്ള ലൈൻ നോക്കാം. ഈ ലൈനിൽ കൂടി തന്നെ, ഈ 0 കൂടി തന്നെ പോവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഇപ്പുറത്ത് കാണുന്ന 0 നിന്ന് വേണം എണ്ണി തുടങ്ങാൻ. 0, 10, 20, 30, 40, 50. അതായത് ഇവിടെ നിന്ന് വേണം എണ്ണാൻ. അതായത് 180 നിന്ന് എണ്ണരുത്. ഒരിക്കലും നമ്മൾ എണ്ണേണ്ടത് 0 നിന്നാണ്, 180 നിന്നല്ല. അപ്പോൾ 0 നിന്ന് സ്കെയിൽ വെച്ച് അളക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം 0 നിന്ന് എണ്ണി തുടങ്ങുക. 0, 10, 20, 30, 40, 50. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇത്
50 ഡിഗ്രി ആംഗിളാണ്, 50 ഡിഗ്രി. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ഈ ലൈനിലാണ് വരേണ്ടത്. അപ്പോൾ ഈ ലൈനിൽ ഇത് കൃത്യമായിട്ട് വെക്കുക. അതുപോലെ തന്നെ ആ പോയിൻ്റ്, അതായത് ആ കോർണർ കൃത്യമായിട്ട് ആ ലൈൻ ആ നടുക്കത്തെ ഭാഗത്ത് തന്നെ വരണം. ഇപ്പോൾ ഈ ലൈന് കൃത്യമായ 0 കൂടി തന്നെ 0 കൂടി തന്നെ വെക്കുന്നു. ഈ പോയിൻ്റ് ഇവിടെ തന്നെ വരത്തക്ക രീതിയിൽ. ഇനി നമുക്ക് ആംഗിൾ നോക്കാം. 0 നിന്ന് വേണം എണ്ണാൻ. 10, 20, 30, 40, 50. ഇത് 60 ഡിഗ്രിയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളത് നോക്കിയാൽ മതി. താഴത്തേത് നോക്കരുത്. ഇവിടെ താഴത്തെ നോക്കി കഴിഞ്ഞാൽ ഇത് 120 ഡിഗ്രി വരും. പക്ഷേ ഇത് 120 ഡിഗ്രി അല്ല. ഇത് 180 നിന്നല്ല എണ്ണേണ്ടത്, 0 നിന്നാണ് എണ്ണേണ്ടത്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ അളവ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെയും കോണുകൾ വരാം. അപ്പോൾ മുമ്പ് നമ്മൾ കണ്ട കോണുകൾ അതാണ്ട് ഇങ്ങനെയായിരുന്നു. ഇത് 50 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയാണ്. ഇത് ഇങ്ങോട്ട് തുറന്നിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോഴത്തേത് നമ്മൾ ഇങ്ങോട്ട്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിൻ്റെ തുറന്നിരിക്കുന്ന രീതിയിലാണ്. ഇത് 50 ഡിഗ്രിയും ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയും കോണുകൾ വരാം, 2 രീതിയിലും കോണുകൾ വരാം. ഇത് അളക്കുന്നതിന് വേണ്ടിയിട്ട് 2 രീതിയിലാണ് അളക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടേക്ക് തുറന്നു വരികയാണെങ്കിൽ ഈ ലൈനിൽ നിന്നും ഇവിടെ നിന്ന് എണ്ണും. അപ്പോൾ അടുത്ത ഇങ്ങോട്ടുള്ള ആംഗിളാണ് വരുന്നതെങ്കിൽ ഇവിടെ 0 നിന്നാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും ആംഗിളുകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ പ്രൊട്രാക്ടറിലെ 2 രീതിയിലെ അളവുകൾ എഴുതിക്കുന്നത്. 0 മുതൽ 180 വരെ ഇവിടെയും 0 മുതൽ 180 വരെ ഇങ്ങോട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും കോണുകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. പുസ്തകത്തിൽ തന്നിരിക്കുന്ന അളവുകൾ നോക്കാം. ഇവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് ഒരാംഗിള്, ഇത് മറ്റൊരാംഗിള്. ഇതിൻ്റെ ഇങ്ങോട്ടാണ് തുറന്നിരിക്കുന്നത്, ഇതിൻ്റെ ഈ ഇടത് ഭാഗത്തേക്കാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അളക്കുന്നതെന്ന് താഴെ പിക്ചർ തന്നിട്ടുണ്ട്. നമുക്കും കൂടി ഒന്ന് അളന്ന് നോക്കാം എങ്ങനെയാണ് അളക്കേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞു എന്താണ്, ഈ ലൈന് ഇതിൽ താഴത്തെ ലൈനിൽ കൃത്യമായിട്ട് വരണം. ഈ പോയിൻ്റ് നടുക്കത്തെ ഭാഗം ഈ കോർണർ 2 ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗത്തേക്ക് വരണം. അങ്ങനെ ഇത് ചേർത്ത് വെക്കുമ്പോൾ നോക്കുക, ഈ ലൈന് ഈ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന നീല ലൈന് ഈ താഴത്തെ ലൈനിലെ, അതിൻ്റെ മുകളിലത്തെ ലൈനിലെ ഈ കറുത്ത ലൈനിലെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ആംഗിൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 0 നിന്ന് എണ്ണി തുടങ്ങണം. 0, 10, 20, 30, 40, 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആംഗിളാണ്. ഇത് 50 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇത് അളക്കുന്നത് എങ്ങനെയാണ്? മുമ്പ് പറഞ്ഞതുപോലെ പ്രൊട്രാക്ടർ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഈ താഴത്തെ ലൈന് ഈ ലൈനിലേക്ക് കറക്റ്റായിട്ട് വരണം. ഈ പോയിൻ്റ് ഇവിടെ തന്നെ വരണം. അപ്പോഴാണ് ലൈൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കൂട്ടിമുട്ടുന്ന ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 0 നിന്ന് എണ്ണി തുടങ്ങണം. 0 നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ 10, 20, 30, 40, 50, 60. ഇവിടെയാണ് ലൈൻ വന്നിരിക്കുന്നത്. 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ് ഇതിൻ്റെ അളവ്. അതുതന്നെയാണ് നമുക്ക് താഴെ കാണിച്ചിരിക്കുന്നത്. പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ പോയിന്റിൽ ഈ ലൈനിൽ വെക്കുക, 50 ഡിഗ്രി. ഇതും അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ അളവ് പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് 50 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയുമാണ്. അടുത്തതായിട്ട് നമുക്ക് 2 ആംഗിൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ 2 ആംഗിളാണ്. ഇതിൻ്റെ അളവ് എത്ര വീതമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ആംഗിളിലേക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മുടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അളക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈൻ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ഈ താഴത്തെ ലൈനിൽ, അല്ലെങ്കിൽ 0 കൂടി പോകുന്ന ലൈനിലേക്ക് നമുക്ക് വെക്കണം. അതുപോലെ തന്നെ ഈ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് കൃത്യമായിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ആ സെൻറ്റർ പോയിന്റ്. അത് നമ്മൾ പ്രൊട്രാക്ടറിൽ വെച്ചു. ഈ താഴത്തെ ലൈന് നമ്മുടെ ലൈനിലേക്ക് വെച്ചു. ഇവിടെയാണ് നമ്മുടെ കോൺ വന്നിരിക്കുന്നത്, ആംഗിൾ വന്നിരിക്കുന്നത്. അത് ഇവിടെ 0 തുടങ്ങുന്നത്. 0 നിന്ന് നമ്മൾ ഈ ലൈനിൽ വരുന്ന 0 തൊട്ട് വേണം എണ്ണി തുടങ്ങാനെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 60ആണ്, 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അടുത്തത് നോക്കാം. അടുത്തത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. അടുത്തത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അളക്കുന്നതിന് അറിയാമല്ലോ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. പ്രൊട്രാക്ടർ നേരെ വെച്ചിട്ടതിന് ശേഷം ആ ആംഗിളിലേക്ക് വെക്കുക. അതിലേക്ക് വെച്ച് കഴിയുമ്പോൾ താഴത്തെ ലൈന് കൃത്യമായിട്ട് വരണം. ഈ പോയിന്റ് കൃത്യമായിട്ട് സെൻറ്ററിൽ വരണം. താഴത്തെ ലൈനും കൃത്യമായിട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ അളക്കുന്നത്. 50 ഇവിടെയാണ്, 50 ഇവിടെയാണ്, 60 ഇവിടെയാണ്. 50ക്കും 60ക്കും ഇടയിൽ കൂടിയാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 60ക്കും 50ക്കും ഇടയിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത്
അത് നമുക്ക് പ്രൊട്രാക്ടർ ഇനി എടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. പ്രൊട്രാക്ടർ ഒരു വെള്ള പേപ്പറിലേക്ക് വെച്ചിട്ട് നോക്കാം. ഇതാണ്ട് ഇവിടെ വെക്കുമ്പോൾ കൃത്യമായിട്ട് കാണാം. ഇവിടെ 0, 10, 20, 30, 40 അങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ 0ക്കും 10നും ഇടയിൽ 10 വരകളാണുള്ളത്. കണ്ട് ഇവിടെ 1, 2 നമ്മുടെ സ്കെയിലുള്ളത് പോലെ തന്നെ 1, 2, 3. ഈ ചെറിയ വര എന്ന് പറയുന്നത് 5 ആണ്. ഇത് 10, അടുത്ത ചെറിയ വര 15, ഇത് 20, 25, 30 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ വര 5 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ആംഗിൾ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ അത് പോകുന്നത് ദാണ്ടെ ഈ 50നും 60നും ഇടയിലുള്ള ദാണ്ടെ ഈ ചെറിയ വരയിൽ കൂടിയാണ് പോകുന്നത്. ഇത് 55 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിളുകൾ നമ്മുടെ പ്രൊട്രാക്ടറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. ആംഗിളുകൾ അളക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ലൈനുകളോടെ നോക്കണം. ഇത് 0 0 കഴിഞ്ഞ് ഈ 10ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആകുമ്പോഴാണ് ഈ വര വരുന്നത്. പിന്നെ 11, 12 അങ്ങനെ പോവുകയാണ്. ഈ ചെറിയ ചെറിയ വരകളെല്ലാം 5 വീതമാണ് പോകുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആംഗിൾ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റൂ. അപ്പോൾ ഈ 2 ആംഗിളാണ് നമ്മൾ അളന്നത്. ഒന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രിയും രണ്ടാമത്തേത് 55 ഡിഗ്രിയുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2 ആംഗിളുകൾ കാണിച്ചിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലേക്ക് പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 0 തുടങ്ങി 55 55ലും ഇത് 0ൽ നിന്നും 60യിലേക്കുമാണ് വന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 55 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയുമാണുള്ളത്. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. ഇവിടെ 2 ആംഗിൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പറിനകത്ത് ഈ ആംഗിളിലേക്ക് നോക്കുക. ഇത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വേണം. നമ്മൾ ആദ്യത്തെ താഴത്തെ ലൈൻ വരച്ചതിന് ശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ ആ ലൈനിലേക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ചതിന് ശേഷം വേണമെങ്കിൽ വരച്ച് കാണിക്കാം നിങ്ങളെ. വരച്ച് കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അളവ് പറയുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചതിന് ശേഷം 2 പോയിൻ്റ്, ലൈനിൻ്റെ 2 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ ഈ പോയിന്റിലേക്ക് വെക്കുക. സെറ്റ് സ്ക്വയർ ഈ പോയിന്റിലേക്ക് വെക്കുക. ഈ പോയിന്റിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അളവ് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഇത് മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ലൈനിലേക്ക് കൃത്യമായിട്ട് വെക്കുക. ആ പോയിൻ്റ് കൃത്യമായിട്ട് വെക്കുക. പോയിൻ്റ് കൃത്യമായിട്ട് വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 0 കൃത്യമായില്ല. ഇത് 0യിൽ വെച്ച് കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ടും 90 ഡിഗ്രിയിലാണ്, 90 ഡിഗ്രിയാണ്. അത് നമ്മൾ മുമ്പേ വരച്ച പോലെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. 90 ഡിഗ്രിയാണ് ഇത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയിലുള്ള ആംഗിളാണ്. അത് തന്നെയാണ് നമ്മൾ മുമ്പേ കാണിച്ചത്. ഇത് എന്താണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്നാണ്. നമ്മുടെ പുസ്തകത്തിലേക്ക് നോക്കാം. നമ്മുടെ പുസ്തകത്തിനകത്ത് പുസ്തകത്തിനകത്ത് നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ ആംഗിള് ഇങ്ങനെ 90 ഡിഗ്രിയിലാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. പ്രൊട്രാക്ടർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആംഗിളിനെ പറയുന്ന പേര്, ഈ 90 ഡിഗ്രിയിലുള്ള ആംഗിളിനെ പറയുന്ന പേര് റൈറ്റ് ആംഗിൾ എന്നാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റൈറ്റ് ആംഗിൾ. അപ്പോൾ 90 ഡിഗ്രിയുള്ള ആംഗിളിനെ നമ്മൾ പറയുന്നത് റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇതിനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചെറിയ എൽ ഷേപ്പിൽ നമ്മളതിവിടെ വരച്ചാണ് അത് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി ആംഗിളിനെ പറയുന്നതാണ് റൈറ്റ് ആംഗിൾ. ഇതിനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരു പടം തന്നിരിക്കുന്നു. അത് നമുക്കിവിടെ പേപ്പറിലേക്ക് വലുതായിട്ട് വരച്ചിട്ടുണ്ട്. ഇതാണ് ആ പടം. ഇതിവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ബ്ലൂ ലൈനിൽ നിന്നും 90 ഡിഗ്രിയിൽ 2 ലൈൻ വരച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം അത് 90 ഡിഗ്രി തന്നെയാണോ എന്ന്. അത് 90 ഡിഗ്രിയാണ് വരച്ചിരിക്കുന്നത്. 90 ഡിഗ്രിയിലാണ് കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. 90 ഡിഗ്രിയിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത് തിരിച്ചു വെച്ച് നോക്കാം. ഇതും 90 ഡിഗ്രിയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്.
90 ഡിഗ്രിയിൽ കൂടിയാണ് കടന്നു. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി വരച്ചതിന് ശേഷം നമ്മൾ കണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഇതിപ്പോൾ നോക്കിയാട്ടെ, ഈ ബ്ലൂ ലൈൻ്റെ അതായത് നീല വരയുടെ നീല വരയിലേക്ക് 2 90 ഡിഗ്രി ലൈനുകൾ വരച്ചിരിക്കുന്നു. ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ ലൈനുകളെ, അതായത് ഒരു ലൈനിലേക്ക് മറ്റൊരു ലൈൻ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ എന്ന് പറയും. അപ്പോൾ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, നോക്കാം എന്താണെന്ന്. കണ്ടേ, എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് അനദർ ലൈൻ ഈസ് സെഡ് ടു ബി പെർപെൻഡിക്കുലർ ടു ദ ഫസ്റ്റ് ലൈൻ. അതായത് ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. അപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ, ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ ആ ലൈനിൽ നിന്ന് 90 ഡിഗ്രിയുള്ള ആംഗിൾ വരയ്ക്കുന്നതിനാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ദി പിക്ചർ ബിലോ ബോത്ത് ദ ഗ്രീൻ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ബ്ലൂ ലൈൻ. അതായത് ഈ ബ്ലൂ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇൻ എ റെക്റ്റാങ്കിൾ ആൻഡ് എനി പെയർ ഓഫ് സൈഡ്സ് വിച്ച് മീറ്റ് എ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ആംഗിൾ ഇത് എന്ന് പറയുന്നത് എൽ ഷേപ്പിലുള്ള ആംഗിളാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇതും അതുപോലെ തന്നെയാണ്, എൽ ഷേപ്പിലാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ റെക്റ്റാങ്കിളിനകത്ത് ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിളുകളും 90 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇതെല്ലാം എന്താണ്? റൈറ്റ് ആംഗിളുകളാണ്. റൈറ്റ് ആംഗിൾ. ഈ 4 ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും ഒരു റെക്റ്റാങ്കിൾ. അത് കൃത്യമായിട്ട് വരച്ചാൽ അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3 ആംഗിളുകളാണ്. 3 ആംഗിൾ തന്നിട്ടുണ്ട്. എ, ബി, സി 3 ആംഗിൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ 50 ഡിഗ്രിയും ഇത് 90 ഡിഗ്രിയും ഇത് 120 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കാം. ഇത് 90 ഡിഗ്രി എന്ന് പറയുന്നത് എൽ ഷേപ്പിലുള്ള ആംഗിൾ ആയിരിക്കും. ഈ എൽ ഷേപ്പിലുള്ള ആംഗിൾ ചെറുതാകുമ്പോൾ, അതായത് ഇത് കണ്ടോ, എൽ ഷേപ്പിലുള്ള ആംഗിളിനേക്കാൾ കുറച്ചുകൂടെ ആ എൽ ഇങ്ങോട്ട് ചെറുതായാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായി വരുമ്പോൾ ഇത് 90യേക്കാൾ എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ആംഗിളാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ എൽ ഷേപ്പ് 90 ഡിഗ്രിയാണ്. ഇവിടെ ഈ 90 ഡിഗ്രി എൽ ഷേപ്പ് എന്നുള്ളത് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങോട്ട് മാറുമ്പോൾ ആ ആംഗിൾ വലുതായി. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 3 ആംഗിൾ കാണുമ്പോഴും ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇത് 90 ഡിഗ്രിയേക്കാൾ ചെറിയ ആംഗിളാണ്, കാരണം ഇതിൻ്റെ വായുവട്ടം കുറവാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടിയ ആംഗിൾ, അളവ് കൂടിയ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഒരു പടം തരാം. ആ പടത്തിൽ നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ആംഗിൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാം. നോക്കാം. ഈ ആംഗിൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ എൽ ഷേപ്പിലാണ് വരേണ്ടത്. ഈ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ എൽ ഷേപ്പ് വരുമ്പോൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് 90 ഡിഗ്രി, ഈ വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടിയ ആംഗിൾ ആയിരിക്കും. ഇത് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ എൽ ഷേപ്പിൽ നിന്നേക്കാൾ വലുതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്ക് ഓരോ ആംഗിളും എത്ര വീതമാണ് എന്നൊന്ന് അളന്ന് നോക്കാം. ഇത് അളക്കുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇതാണ് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണ്ട, ഇവിടെ നിന്നാണ് നമ്മൾ അളക്കുന്നത്, 0 നിന്നാണ് അളക്കുന്നത്. 0 നോക്കുമ്പോൾ ഈ സാധനം 10, 20, 30, 40, 50 ഇത് 60ക്കും 70ക്കും ഇടയിലാണ്. ഇതാണ്ട് ഈ 60ക്കും 70ക്കും ഇടയിലുള്ള ആ ചെറിയ ലൈനിൽ കൂടിയാണ് പോകുന്നത്. അത് 65 ആണ്. ഇത് 65 ഡിഗ്രിയാണ്. 65. ഇത് നമുക്ക് നോക്കാം. ഇതാണ്ട് ഇങ്ങനെയാണ് അളക്കേണ്ടത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കൃത്യമായിട്ട് സെൻറ്റർ പോയിന്റ് വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ലൈനിലേക്കൂടെ കൃത്യമായിട്ട് കള പോകുന്നുണ്ടോ നോക്കുക. ഇത് ഇവിടെ നിന്നല്ല നോക്കേണ്ടത്, ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് നമുക്കറിയാം 90 ഡിഗ്രിയൊക്കെ കൂടുതലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് 90 ഡിഗ്രിയൊക്കെ കൂടുതൽ വരുമ്പോൾ ഇത് 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിൻ്റെ മുകളിലുണ്ട്, അത് ഇവിടെ നിന്നുള്ളതാണ്. ഈ അളവല്ല എടുക്കേണ്ടത്, ഇവിടെ നിന്നുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് 120 ഡിഗ്രിയാണ്. അടുത്തത് നോക്കാം. അടുത്ത ആംഗിൾ ഇത് ഇങ്ങനെ താഴേക്കാണ് അളക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് 90 ഡിഗ്രിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ വെക്കേണ്ടത് തിരിച്ചാണ് ഇത് വെക്കേണ്ടത്. തിരിച്ച് ഇങ്ങനെ വെക്കുക. പ്രൊട്രാക്ടർ തിരിച്ച് വെച്ചതിന് ശേഷം ഈ ലൈൻ, ഈ 0 എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് വരണം. ഇതാണ്ട് ഈ ലൈന് എവിടെ കൂടെയാണ് പോകുന്നത്, അതായത് ഇത് ഇവിടെ വരെ 90 ആണ്, 90യേക്കാൾ കൂടുതലുണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് 90 ആണ്, 90യേക്കാൾ കൂടുതലുണ്ട്. 90, 100, 110ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് ദാണ്ട് ഈ 110ൻ്റെ ഇടയിലുള്ള ആ ചെറിയ ലൈനിൽ കൂടെയാണ് പോകുന്നത്. അത് 115 ആണ്, 115 ആണ്, 115 ഡിഗ്രിയാണ്.
ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം 90യേക്കാൾ കുറവാണ്. ഇതിൻ്റെ അളവ് നമുക്ക് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെക്കുക. വെച്ചിട്ട് ഇത് 60ക്കും 70ക്കും ഇടയിലുള്ള ആ ചെറിയ ലൈനിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ലൈൻ വന്നിരിക്കുന്നത് 0. ഇത് 90യൊക്കെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 60, 65 ആണ്. ഇങ്ങനെയാണ് ആംഗിളുകൾ അളക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആംഗിളുകൾ 90യേക്കാൾ കൂടുതലാണോ കുറവാണോ. ഇത് 90യേക്കാൾ കുറവാണ്, 65 ആണ്. ഇത് 90യേക്കാൾ കൂടുതലാണ്, 120 ആണ്. ഇത് 90യേക്കാൾ കൂടുതലുണ്ട്, 115 ആണ്. ഇത് 90യേക്കാൾ കുറവാണ്, 65 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആംഗിളുകൾ അളക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, ഡ്രോയിങ് ആംഗിൾസ് ആണ്. ആംഗിളുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു 40 ഡിഗ്രി ആംഗിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം മുമ്പേ പറഞ്ഞ പോലെ ആ പോയിന്റിൽ വെച്ചതിന് ശേഷം 40 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടി വേണം വരയ്ക്കാൻ. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എത്ര അളവെടുക്കണം എന്ന് സ്കെയിലിൽ പറയുന്നില്ല, എങ്കിലും നമ്മളൊരു ഊഹം എടുക്കുക. നമുക്കിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ നീളം എടുക്കുക. ഇവിടെ 0യിൽ നിന്നാണ് വരയ്ക്കേണ്ടത്, അറിയാമല്ലോ. 0യിൽ നിന്ന് 5 വരെയാണ് നമ്മൾ. അപ്പോൾ 0 to 5 വരച്ചതിന് ശേഷം, അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല, പറയുന്നുണ്ടെങ്കിൽ മാത്രം കൃത്യ അളവ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഇപ്പോൾ നമ്മൾ 0യിൽ നിന്നും 5 വരെയാണ് വരച്ചേക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. എന്നാണ് ഇവിടെയാണ് ഇതിൻ്റെ പോയിൻറ്റ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ, ഇത് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല, പുസ്തകത്തിൽ തന്നെ പറയുന്നില്ല, എങ്കിലും ഞാൻ അളവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഈ പോയിന്റിലേക്ക്, നമ്മൾ ഇവിടെ നിന്നാണ് ആംഗിൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പോയിന്റിലേക്ക് കൃത്യമായിട്ട് വെക്കുന്നു. താഴത്തെ ഈ ലൈനിൽ തന്നെ വരണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആ സെൻറ്റർ പോയിന്റിൽ അവിടെ വെച്ചു ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ താഴത്തെ ലൈൻ കാണാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് ആ ലൈനിൻ്റെ കൃത്യം അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ വെച്ചു. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്, ഇതാണ് ലൈൻ. ഇനി നമുക്ക് 40 ആണ് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇവിടെ നിന്നാണ് എണ്ണേണ്ടത്, ഇവിടെ നിന്നാണ് 0യിൽ നിന്നാണ് എണ്ണേണ്ടത്. ഇതാണ് 40 എന്ന് പറയുന്നത്, 40 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ 40 ഡിഗ്രിയുടെ കൃത്യം അളവിൽ ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇതാണ് 40 ഡിഗ്രി എന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പോയിന്റുകൾ, ഇവിടെ വെച്ച പോയിന്റും ഈ പോയിന്റും ചേർത്ത് മുട്ടിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അത് വരയ്ക്കും. അത് 40 ഡിഗ്രി, 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 100 ഡിഗ്രി ഒന്ന് വരച്ച് നോക്കാം. 100 ഡിഗ്രി നമ്മൾ വരയ്ക്കേണ്ടത് 100 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്കാം, നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ അളവെടുക്കുന്നില്ല, വെറുതെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ വയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഒരു അളവ് നിർബന്ധമായിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഈ പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെയും പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം പ്രൊട്രാക്ടർ ഈ പോയിന്റ് ഈ സെൻറ്റർ പോയിന്റിൽ വരണം. ഈ പോയിന്റ് സെൻറ്റർ പോയിന്റിൽ വെച്ചതിന് ശേഷം ഈ താഴത്തെ ലൈൻ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ വെക്കണം, കൃത്യമായിട്ട്. ഇനി നമ്മൾ ഈ പോയിന്റ് ഇവിടെയാണ് നമ്മുടെ ലൈൻ പോയിരിക്കുന്നത്. 0 ഇവിടെയാണ്. നമ്മുടെ 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90യേക്കാൾ കൂടുതൽ വരും, എൽ ഷേപ്പിനേക്കാൾ വലുതായിട്ട് വരുന്നത്. ഇവിടെയാണ് 100 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 100ൻ്റെ മുകളിൽ 80 ഉണ്ട്, അത് ഇവിടെ നിന്നുള്ള 80 ആണ്. ആ 80യുടെ മുകളിലുള്ള അവിടെ നമ്മളതിനൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് 80, ഈ 100 ഇതാണ് നമ്മുടെ പോയിന്റ്. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയത്. ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ ഈ 2 പോയിന്റ് ചേർത്ത് കണക്ട് ചെയ്ത്, ഈ 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇത് 100 ഡിഗ്രിയാണ്, 100 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ആംഗിൾ വരച്ച് നോക്കാം. അത് 50 ഡിഗ്രി വരയ്ക്കാം. 50 ഡിഗ്രി വരയ്ക്കാം. 50 ഡിഗ്രി 100 പോലെ അല്ലേ. 50 ഡിഗ്രി വരയ്ക്കാം. 50 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആദ്യം ഒരു ലൈൻ വരച്ചു, ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം. ഇവിടെ നമ്മളൊരു പോയിന്റ് ചെയ്തു, ഇവിടെയും പോയിന്റ് ചെയ്തു. ഇതാണ് നമ്മുടെ 2 പോയിന്റുകൾ. ഇതിനുശേഷം ഈ പോയിന്റിൽ ഇവിടെയാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ എല്ലാം നമ്മൾ ഇപ്പുറത്താണ് വരച്ചത്. ഇങ്ങനെയും ആംഗിൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ പോയിന്റ് ഇവിടെയാണ്. ഇവിടെ വെച്ചതിന് ശേഷം കൃത്യം ആ ലൈനിൽ കൂടി തന്നെ ആ ലൈൻ നമ്മുടെ പ്രൊട്രാക്ടർ ലൈൻ കടന്നു പോകണം. അപ്പം അതിനകത്ത് മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് കറക്റ്റ് സെൻറ്റർ പോയിന്റ്. ഇത് ലൈൻ ഇതുവഴിയാണ് പോകുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് 50 നോക്കേണ്ടത്. ഇവിടെയാണ് 50 വരുന്നത്. ഈ 50 ഇവിടെയാണ് 50 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ ലൈൻ ചേർത്ത് വരയ്ക്കുന്നു. 50 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് ആംഗിളുകൾ വരയ്ക്കുന്നത്.
അടുത്തായിട്ട് ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. ഇവിടെ മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ആംഗിളുകൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ മെഷർ ചെയ്ത് നോക്കുക, ലൈനിൽ കൃത്യമായിട്ട് വെക്കുക, പോയിന്റ് കൃത്യമായിട്ട് ഈ പോയിന്റ് കൃത്യമായിട്ട് വരണം, ഈ ലൈനും കൃത്യമായിട്ട് വരിക. ഇതാണ്ട് ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഇവിടെയാണ് 60 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. ഇത് 60 ഡിഗ്രിയാണ്. ഡിഗ്രി ഇങ്ങനെ മുകളിലാണ് 0 എഴുതേണ്ടത്. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഇത് 90ക്ക് മുകളിലുണ്ട്, വലിയ ആംഗിളാണ്, 90 ഡിഗ്രിയേക്കാൾ വലിയ ആംഗിളാണ്. അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ വെക്കുക. കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഈ ലൈൻ കൃത്യമായിരിക്കണം, താഴത്തെ ലൈൻ കൃത്യമായിരിക്കണം, ഈ ലൈൻ കൃത്യമായിരിക്കണം, ഈ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. വേണ്ടത് ഇവിടെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് 90യേക്കാൾ കൂടുതലുണ്ട്. 130 140 ഇടയിലാണ്. ആ ചെറിയ ലൈനിൽ കൂടിയാണ് പോകുന്നത്. 135 ഡിഗ്രി. അടുത്ത നോക്കാം. അടുത്ത ഇതാണ്. 2 ആംഗിൾ തന്നിരിക്കുന്നു. ഇത് ഈ പോയിന്റ് കൃത്യമായിട്ട് ഈ പോയിന്റിൽ വെക്കുക. ഈ ലൈൻ കൃത്യമായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണം അളക്കാൻ. ഇവിടെ നിന്ന് വേണം എണ്ണാൻ. ദാണ്ട് ഇവിടെ 60 ഡിഗ്രിയിലാണ് ഈ ലൈൻ വന്നിരിക്കുന്നത്. 60 ഡിഗ്രിയിലാണ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. അടുത്തത് മുമ്പ് നമ്മൾ വരച്ച പോലെയുള്ള ആംഗിളാണ്, ഇങ്ങനെയുള്ള ആംഗിളാണ്. ഇത് പ്രൊട്രാക്ടർ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം ഈ പോയിന്റ് കൃത്യമായിട്ട് ഈ പോയിന്റിലേക്ക് വരണം. ഈ പോയിന്റിലേക്ക് വരുമ്പോൾ ഈ ലൈൻ കൃത്യമായിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നാണ് എണ്ണേണ്ടത്, 0യിൽ നിന്നാണ് എണ്ണേണ്ടത്. നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ആംഗിളാണ്, 90യേക്കാൾ കൂടുതലാണ്. 130 ആണ്, 130 ഡിഗ്രിയാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോ ദ പിക്ചർ ബിലോ ഇൻ ദ നോട്ട്ബുക്ക്. ഈ ബുക്കിലേക്ക് ഈ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇവിടെ അളവുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അളവ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ 4 പിക്ചറുകളാണ് വരയ്ക്കുന്നത്. ഈ ഒന്നാമത്തെ പിക്ചർ നമുക്ക് വരയ്ക്കാം. ഈ പിക്ചർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം വരയ്ക്കേണ്ടത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 50 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ആദ്യമേ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. സ്കെയിലിനകത്ത് കൃത്യമായിട്ട് 4 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് 0 to 4, 0യിൽ നിന്ന് 4ലേക്ക്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 to 4 നമ്മൾ വരച്ചു. 2 ഇടത്ത് നമ്മൾ പോയിൻ്റ് ചെയ്യുക. കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്തു. 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 50 ഡിഗ്രിയും വരയ്ക്കണം. അപ്പോൾ നമുക്ക് 50 ഡിഗ്രി വരയ്ക്കാനായിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഈ പോയിൻ്റ് ആദ്യം നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്, ഈ പോയിന്റിൽ ആ ലൈൻ കൃത്യമായിട്ട് ആ പോയിന്റിൽ വെക്കുക. ഒരു ശകലം പോലും മാറാൻ പാടില്ല. ഈ താഴത്തെ നമ്മൾ വരച്ചേക്കുന്ന ലൈൻ കാണരുത്. ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ലൈൻ കാണണം. അതിൻ്റെ അടിയിലുള്ള ലൈൻ കാണാത്ത രീതി കൃത്യമായിട്ട് വെക്കണം. ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലൈൻ കാണാം. അങ്ങനെ വരാൻ പാടില്ല. കൃത്യമായിട്ട് ആ ലൈനിൻ്റെ പുറത്തേക്ക് വെക്കണം. ഒറ്റ ലൈൻ പോലെ നമുക്ക് തോന്നണം. ഇതിൻ്റെ പോയിന്റ് കൃത്യമായിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 50 ഡിഗ്രി. ഇതാണ് 50 ഡിഗ്രി. ഇവിടെ നിന്ന് അളക്കുമ്പോൾ ഇതാണ് 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രിക്ക് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ മാർക്കിങ്. ഈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് വരയ്ക്കാം. ഇതങ്ങ് വരയ്ക്കുന്നതിന് വേണ്ടി ഈ പോയിന്റിലും 2 പോയിൻ്റാണുള്ളത്. ഈ പോയിന്റിലും കൃത്യമായിട്ട് നമ്മുടെ സ്കെയിലോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ തന്നെ വെച്ചുകൊണ്ടാലും വരയ്ക്കാം. നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ ഇത് 50 ഡിഗ്രി. ഈ ഒരു ആംഗിൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്കൊരു 50 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ലൈനിൽ കൃത്യമായിട്ട് വെക്കുക. പോയിന്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. അങ്ങനെ വെച്ചതിന് ശേഷം പ്രൊട്രാക്ടർ നല്ല ബലമായിട്ട് പിടിച്ചിട്ട് 50 ഡിഗ്രി, അതാണ്ട് ഇവിടെയാണ് 50 ഡിഗ്രി വരുന്നത്. ഇതാണ് 50 ഡിഗ്രി. ആ 50 ഡിഗ്രിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 50 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഈ 50 ഡിഗ്രിയിലേക്ക് തന്നെ 50 ഡിഗ്രി. ഒരിക്കലും ഇത് അനങ്ങാൻ പാടില്ല. കൃത്യമായിരിക്കണം. ഈ 50 ഡിഗ്രി വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഈ ഫിഗർ. ഇതിന് ബാക്കി വരുന്ന ഭാഗം നമുക്ക് തുടച്ചു കളയാം. ഇതാണ് ഒന്നാമത്തെ ഫിഗർ 50 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പടം വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് 5 സെൻറ്റിമീറ്റർ നീളം ആദ്യം വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ നീളം വരയ്ക്കാൻ സ്കെയിൽ തന്നെ വേണം. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നീളം. ഇവിടെ നോക്കാം, 0 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 0 to 5 വരയ്ക്കണം. രണ്ടിടത്തും നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റ് കൃത്യമായിരിക്കണം രണ്ടിടത്തും.
പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് 5 സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം 30 ഡിഗ്രി വരയ്ക്കാം. 30 ഡിഗ്രി വരയ്ക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ കൃത്യമായിട്ട് ലൈനിൽ വെക്കുക, പോയിന്റ് കൃത്യമായിട്ട് വെക്കുക, ഒരു കാരണവശാലും മാറ്റം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് എത്രയാണ് വരയ്ക്കേണ്ടത്? നമുക്ക് 30 ഡിഗ്രിയാണ്. 30 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0, 10, 20, 30 ഇതാണ് 30 ഡിഗ്രി. അപ്പോൾ ഈ 30 ഡിഗ്രിക്ക് ഇവിടെ നമ്മൾ ഒരു മാർക്ക് ചെയ്യുക, 30 ഡിഗ്രിയുടെ സ്ഥാനത്ത് 30 ഡിഗ്രി. അതിന് ശേഷം ഈ പോയിന്റിൽ നിന്നും ആ പോയിന്റ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാം. ഈ 30 ഡിഗ്രി മാർക്ക് ചെയ്തത് വരയ്ക്കുക. ഇച്ചിരി നീട്ടി വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് 30 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടെ നിന്ന് 90 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് ഒന്നുകിൽ പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെറ്റ് സ്ക്വയർ വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ആണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം. അതിൽ നല്ലത് നമുക്ക് 90 ഡിഗ്രി തന്നെ എടുത്ത് വരയ്ക്കാം. 90 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പ്രൊട്രാക്ടറിൽ ഇവിടെ വെച്ചതിന് ശേഷം കൃത്യമായിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി വരുന്നത് ഇവിടെയാണ്. 90 ഡിഗ്രി വരുന്നത് ആ 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കാണ് 90 ഡിഗ്രി വരുന്നത്. ഈ 2 പോയിന്റ്. ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ഇത് ബാക്കി നമുക്ക് വരുന്ന ഇത് നമുക്ക് തുടച്ചു കളയാം. ഇതാണ് രണ്ടാമത്തെ പിക്ചർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പിക്ചറിലേക്ക് വരാം. ഇതാണ് മൂന്നാമത്തെ പിക്ചർ. ഇതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. 6 സെൻറ്റിമീറ്റർ നീളം വരയ്ക്കണം. അത് നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 0 to 6 ആണ്. 0 to 6 സെൻറ്റിമീറ്റർ. ഇവിടെ വരെ 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ വരയ്ക്കാം. നമ്മൾ മൂന്നാമത്തെ പിക്ചറാണ്. 6 സെൻറ്റിമീറ്റർ. ഇവിടെ 20 ഡിഗ്രി, മുകളിലേക്ക് 20, ഇവിടെ താഴേക്ക് 20, മുകളിലേക്ക് 20, താഴേക്ക് 20. അപ്പോൾ 4 ആംഗിളുകൾ നമ്മൾ അളക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കാം. ഇവിടെ വന്ന് 20 ഡിഗ്രി അളക്കുക. നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. ആദ്യമേ ഇവിടെ കൃത്യമായിട്ട് വെക്കണം. ഇതാണ് 20 ഡിഗ്രി. ഇവിടെയാണ് 20 ഡിഗ്രി. 20 ഡിഗ്രി നമുക്ക് ചേർത്ത് ലൈൻ വരയ്ക്കാം. 20 ഡിഗ്രി തെറ്റരുത്. 20 ഡിഗ്രി. 20 ഡിഗ്രി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇവിടെ വരയ്ക്കാനായിട്ട് ഈ പോയിന്റിൽ കൃത്യമായിട്ട് വെക്കുക. ഇവിടെ നിന്ന് വേണം നമ്മൾ അളക്കാൻ. ഇവിടെയാണ് 20 ഡിഗ്രി. 20 ഡിഗ്രിയിലേക്ക് നമുക്ക് ഈ ലൈനിൽ നിന്നും ചേർത്ത് വരയ്ക്കാം. 20 ഡിഗ്രി. ഇനി നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ മുകൾ ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മുകൾ ഭാഗം നമ്മൾ വരച്ച് കഴിഞ്ഞു. നമുക്ക് കാര്യം ചെയ്താൽ മതി. ഈ പേപ്പർ ഇതുപോലെ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ വീണ്ടും ഇവിടെ 20 ഡിഗ്രി എടുക്കുക. ബുക്കാണെങ്കിൽ ബുക്ക് തിരിച്ച് വെച്ച് വരയ്ക്കാം. ഏതാണ് സൗകര്യമായിട്ട് നമുക്ക് തിരിഞ്ഞ് പ്രൊട്രാക്ടർ തിരിച്ച് വെച്ച് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ബുക്ക് തിരിച്ച് വെച്ച് വരയ്ക്കുന്നത്. 20 ഡിഗ്രിയിൽ ഇതിവിടെയാണ് 20 വരുന്നത്. ഇവിടെ 20 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഈ 20 ഡിഗ്രിയിലേക്ക് വരയ്ക്കുക. 20 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരയ്ക്കണം. ഇതുപോലെ ലൈൻ കൃത്യമായിട്ട് വെക്കുക. പോയിന്റ് കൃത്യമായിട്ട് ചെയ്യുക. 20 ഡിഗ്രി. ഇവിടെയാണ് 20 ഡിഗ്രി. ഈ 20 ഡിഗ്രിയിലേക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇപ്പോൾ നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ഇവിടെയാണ് നമ്മൾ വരച്ചത്. ഇവിടെ 20 ഡിഗ്രി. ഇത് 20 ഡിഗ്രി. ഈ ബാക്കി വരുന്ന ഭാഗം തുടച്ച് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പിക്ചർ. ഇത് പുസ്തകത്തിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് തോന്നും. പക്ഷേ ഇതാണ് കറക്റ്റ് അളവ്. ഇത് 20 ഡിഗ്രി ആവണമെന്നില്ല. പുസ്തകത്തിൽ അത്ര കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നടുക്ക് കാണുന്ന ഈ വര വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഡോട്ട് പോലെ ആക്കി മാറ്റാം. അത് തുടച്ച് കളഞ്ഞാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് ഈ ഫിഗറാണ്, നാലാമത്തെ ഫിഗർ. ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വരയ്ക്കുന്നതിനായിട്ട് ആദ്യം ഇവിടെ പറയുന്നത് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുക. ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. ആണ് 5 സെൻറ്റിമീറ്റർ നീളം. ഇവിടെ തൊട്ട് ഇവിടെ വരെ.
2 പോയിന്റിലും നമ്മൾ കുത്തിട്ട് വെക്കുക. പോയിന്റ് കൃത്യമായിട്ട് നമുക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയും ചെയ്യേണ്ടത് 5 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ 60 ഡിഗ്രി വരയ്ക്കണം, ഇവിടെ 120 വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 60 വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രിയിലേക്ക് ഉണ്ട് പോയിന്റ്, ലൈനെല്ലാം കറക്റ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് വെച്ചിട്ട് ഇതാണ് 60 ഡിഗ്രി വരുന്നത്, ഇവിടെയാണ് 60 ഡിഗ്രി വരുന്നത്. ഇവിടേക്ക് നമ്മളൊരു മാർക്ക് ചെയ്യുന്നു, 60 ഡിഗ്രി വരയ്ക്കുന്നു. ഇത് 60 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടത് 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി വരയ്ക്കാൻ ഇവിടെയാണ് 120 ഡിഗ്രി. അപ്പോൾ ഇതിവിടെ കൃത്യമായിട്ട് വെക്കുക, മുമ്പ് ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് വെക്കുക. 120 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് എണ്ണേണ്ടത്, അതുകൊണ്ട് ഇവിടുന്ന് 0 ആണ് എണ്ണേണ്ടത്. ഇവിടെയാണ് 120 വരുന്നത്, ഇവിടെ 120 ഡിഗ്രി. അതിനുശേഷം മുകളിലേക്ക് വരയ്ക്കും. അത് 2 പോയിന്റ് കണക്ട് ചെയ്യുക. ഇത് 120 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ലൈൻ വരച്ചു, ഈ 2 ഡിഗ്രിയും അടയാളപ്പെടുത്തി. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ 3 സെൻറ്റിമീറ്റർ, അതാണ്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇവിടെയാണ്, 3 സെൻറ്റിമീറ്ററിൽ ഒരു കുത്തിടുക. ഇതാണ് 3 സെൻറ്റിമീറ്റർ, ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ വെച്ചതിന് ശേഷം കൃത്യമായിട്ട് വെക്കണം, അളവ് മാറരുത്, ഇവിടെ കുത്തിടുക. അപ്പോൾ നമ്മുടെ 3 സെൻറ്റിമീറ്റർ ഇതാണ്. ഈ 2 പോയിൻറ്റുകൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ബാക്കി വരുന്ന ഭാഗം തുടച്ചു കളയാം. ഇതാണ് 4th ഫിഗർ, ഈ ഫിഗർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കുന്നത്. ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ, ഈ ഫിഗറാണ് നമ്മൾ വരച്ചത്. ഇത് സെക്കൻഡ് ഫിഗർ. അടുത്തത് ഇതാണ് നമ്മുടെ തേർഡ് ഫിഗർ, ഈ ഫിഗർ. അടുത്തത് ഇതാണ് നമ്മുടെ 4th ഫിഗർ. അപ്പോൾ ഇങ്ങനെ 4 ഫിഗർ നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ആംഗിളുകൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് അളക്കേണ്ടതെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സർക്കിൾ ഡിവിഷനാണ് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളത്. സർക്കിളിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ചുകൂടി ഫിഗറുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫിഗറുകൾ ഇതുപോലെ എടുത്തിട്ട് വരച്ച് നോക്കുക. അങ്ങനെ വരച്ചത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആംഗിളുകളെ പറ്റിയിട്ടാണ്. ഈ പറഞ്ഞ ആംഗിളുകളെ പറ്റിയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സർക്കിളിനെ പറ്റി പഠിക്കാം.